ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി വഴി മലക്കപ്പാറ വാൽപ്പാറയിലേക്കൊരു യാത്ര. അടിപൊളി വൈബാണ്. ഈ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുക എന്ന് പറയുന്ന പോലെ തന്നെ ഈ വഴിക്ക് പോകുമ്പോഴേ നല്ലോണം നമുക്ക് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റും. പോകുന്ന വഴിക്കൊക്കെ ആനയുടെ ബോർഡ് കണ്ടോ? ബോർഡ് മാത്രമല്ല, അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പം എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അകത്ത് രണ്ടവന്മാർ നിൽക്കുന്നു. പനയുടെ ഒരു സൈഡൊക്കെ കുത്തിപ്പൊളിച്ച് വലിച്ചു കീറി തിന്നുകൊണ്ട് നിൽക്കുക. കുറച്ച് നേരം അവിടെ നിന്ന് അവന്മാരെ കണ്ടു. പിന്നെ പതുക്കെ മുമ്പോട്ട് യാത്ര തുടങ്ങി. പോകുന്ന വഴി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ദൂരെ നിന്നൊന്ന് കണ്ടു. അടിപൊളിയായിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഈ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലോട്ടുള്ള റൂട്ട് ഇപ്പോൾ അടിപൊളി റോഡാണ്. കഴിഞ്ഞ വർഷം മഴവെള്ള സമയത്ത് എല്ലാം കൂടെ കുത്തിയൊലിച്ച് പോയതാണ്. അത് കഴിഞ്ഞ് പണിഞ്ഞത് നല്ല കിടുക്കൻ റോഡാണ്. അതുകൊണ്ട് നല്ല ഗുഡുഗുഡു അടിച്ച് നല്ല അടിപൊളിയായിട്ട് അതിൽ കൂടെ പോവാം. പോകുന്ന വഴി ഒരു കാട്ടുകോഴി മുമ്പിൽ പെട്ടു. നാടൻ കോഴിയാണ്, നാടൻ പൂവനാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. അടിപൊളി കാട്ടുകോഴി ആണ്. യാത്ര പോകാൻ ഇഷ്ടമാണ്, പക്ഷേ കൂട്ടിനാരുമില്ല, ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്നൊക്കെ ഉള്ളവർക്ക് ചാലക്കുടിയിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയാൽ മതി മലക്കപ്പാറയ്ക്ക്. നല്ല സഹകരണമാണ് KSRTCക്കാർ. മൃഗങ്ങളെ കണ്ട് കാണിച്ചു തരും. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്ഥലങ്ങളൊക്കെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ കാര്യത്തിൽ KSRTC നല്ല സഹകരണമാണ് കേട്ടോ. വേണ്ട ഒരുത്ത് തൂങ്ങി കിടക്കുന്നുണ്ടോ? എന്തോ കഴിച്ചോണ്ട് ഇരിക്കുക. ഞങ്ങൾ വരുന്നിടത്ത് ഒരു KSRTC ഉണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ നിന്ന് നിർത്തി ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും മൃഗങ്ങളെ കാണിക്കുകയും ചെയ്യും. അത് അവർ നിർത്തുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയ ആ സ്ഥലമൊക്കെ നോക്കുമ്പോഴാണ് മൃഗങ്ങളെയൊക്കെ കാണുന്നത്. നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കൊള്ളാം. ഒരു നല്ല യാത്ര. കുട്ടികളൊക്കെ ആയിട്ട് പോയാൽ ആനയെ പേടിക്കണമെന്നൊരു കാര്യമേ ഉള്ളൂ. അല്ലാതെ പോയാൽ നല്ല തേയിലക്കാടുകളൊക്കെ കാണാം. നല്ലൊരു യാത്രയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് എണ്ണപ്പനത്തോട്ടം, കാപ്പിത്തോട്ടം, തേയിലത്തോട്ടമൊക്കെ കാണാം. കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ നല്ലൊരു അവർക്കൊരു അറിവൂടം കിട്ടുന്നതാണ്. കരിങ്കറങ്ങി ഇരിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇതാണ് ഷോളേർ ഡാം. ഇപ്പോൾ തമിഴ്നാടായി. ഇങ്ങോട്ട് വെള്ളം വരുന്നില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടി ഡാമിന് മുകളിൽ കയറി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി. അപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കിയപ്പോൾ തീരെ വെള്ളമില്ല. തമിഴ്നാട് നമുക്ക് വെള്ളം തരാത്തതല്ല, ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ ഡാമിൽ നിന്ന് വന്ന് മല്ലിക ചേച്ചിയുടെ കടയിൽ കയറി നല്ലൊരു ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് തിരിച്ച് പതുക്കെ മല ഇറങ്ങിയപ്പോൾ ഒരിടത്ത് ഒത്തിരി ചിത്രശലഭങ്ങൾ. ആ ഏരിയ മൊത്തം ചിത്രശലഭമായിരുന്നേ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അരുവിയിലൊന്ന് ഇറങ്ങി കാല് കഴുകി. കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നേരെ നിൽക്കുന്നു കാട്ടാനക്കൂട്ടം. 2 കുട്ടി ആനകളും 3 വലിയ ആനകളും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. 5 പേര്. കുറച്ച് നേരം അവരെയൊക്കെ കണ്ടു. ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു കൂടുതൽ ബഹളം വെച്ചവരെ ശല്യപ്പെടുത്തരുത്. പിന്നെ തിരിച്ചു വരുമ്പം ആരോ ഒരാളിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. നല്ല നല്ല കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല വൈബാണ് ആ യാത്ര. അത്യാവശ്യം മൃഗങ്ങളെ കാണുന്നുണ്ട്. നല്ല കുരങ്ങനെ കണ്ടു. അങ്ങനെ തിരിച്ചു വന്ന് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ കയറി താഴെ പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. വെള്ളം കുറവാണ്, ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അതും നല്ലൊരു വൈബ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരാവുന്ന ദൂരമാണേ. പിന്നെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യാം, വാൽപ്പാറയിൽ സ്റ്റേ ചെയ്യാം. വാൽപ്പാറയിലാണെങ്കിൽ ടെൻറ്റ് ഹൗസൊക്കെ ഉണ്ട്. മലക്കപ്പാറയിൽ റൂം കിട്ടും. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മുടെ ഐശ്വര്യറായി ഡാൻസ് കളിച്ച കല്ലൊക്കെ കണ്ട് ഞാനും എൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് നോക്കി. പിന്നെ എത്ര ഒഴുക്ക് വന്നിട്ടും ഒഴുകിപ്പോവാത്ത കൊച്ചു വീടും കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ വേണ്ടടാ മലയണ്ണ. അവരുടെ പ്രൈവസിയിലോട്ട് ഞങ്ങൾ കടക്കണ്ട എന്ന് കരുതിയതാണ്. കുറച്ചു നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞ് അവരെന്തൊക്കെയോ കഴിക്കാൻ തുടങ്ങി. കുറച്ച് നല്ല പോസുകളൊക്കെ പോസ് ചെയ്തു. എന്നിട്ട് ഏറ്റവും കൂടി അവൻ തന്നെ ചോദിച്ചു, നിനക്കിനി ക്യാമറ നോക്കി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി തിരിച്ച് കാടിറങ്ങി. നാട്ടിലെത്തി
അവൻ്റെ വീടിനടുത്തൊരു പുഴയുണ്ട്, ചാലക്കുടി പുഴ. അവിടെ പോയി കുളിയൊക്കെ നടത്തി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആറ്റിലൊക്കെ ഒന്ന് മുങ്ങിക്കുളിക്കുന്നത്. അതും അടിപൊളിയൊരു വൈബ്. മുങ്ങിക്കുളിച്ച് കഴിഞ്ഞപ്പം അസ്തമയമായി. അവൻ്റെ വീട്ടിൽ കയറി നല്ല അടിപൊളിയായിട്ട് കുറച്ച് പന്നിയിറച്ചിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു. പതുക്കെ മാവേലിക്കരയ്ക്ക് തിരിച്ച് മടക്കാം. നിങ്ങൾക്കും നോക്കാം ഇങ്ങനൊരു യാത്ര. ഒരു ദിവസം കൊണ്ടൊക്കെ പോയിട്ട് വരാം. അടിപൊളി വൈബാണ്.